to our channel. Today we are going to fry some peanuts in air fryer. So like, subscribe, share and comment down below. ഹലോ ഗുഡ് മോർണിംഗ്. നിങ്ങൾ എയർ ഫ്രയറിൽ കപ്പലണ്ടി അല്ലെങ്കിൽ ഇടുക്കിയിലൊക്കെ പറയുമ്പോൾ കടല വറുത്തത് കഴിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ നാട്ടിലേക്ക് കപ്പലണ്ടി എന്നും ഇടുക്കിയിൽ കടല എന്നും പറഞ്ഞാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഏതായാലും കുറച്ച് ഉപ്പ് കലക്കിയ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കപ്പലണ്ടി എയർ ഫ്രയറിൽ വറക്കാനായിട്ട് വെച്ചു. 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് ഞങ്ങൾ വെച്ചത്. 8 മിനിറ്റ് വെച്ചാലും ഇത് ഭംഗിയായിട്ട് വറുത്ത് തന്നെ കിട്ടും. റിച്ചുകുട്ടനാണ് സ്നാക്സ് ഒന്നും ഇല്ലേ അമ്മേ, എന്നാൽ നമുക്ക് കപ്പലണ്ടി വറുത്താലോ എന്നും ചോദിച്ചുകൊണ്ട് വന്നത്. അപ്പം ഞാൻ ഓർത്തൊന്നാൽ ഇത് വെരി ഈസിയാണ്, നമുക്ക് പാത്രത്തിലിട്ട് ചെയ്യണ്ട, എന്നാൽ വീഡിയോ പിടിച്ചേക്കാം എന്ന് വിചാരിച്ചു. റിച്ചുകുട്ടന് ഇത് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒത്തിരി കഴുകി പറക്കി അങ്ങനെയുള്ളതല്ല, ഈസി മെത്തേഡ് ചെയ്യണതെല്ലാം അവന് ഇഷ്ടമാണ്. അവൻ തന്നെ അത് ചെയ്തു. ഒരു പാടുമില്ല ചെയ്യാൻ, നല്ല എളുപ്പമാണ്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഏറ്റവും മുകളിൽ കിടക്കുന്നതും താഴെ കിടക്കുന്നതും എല്ലാം ഒന്ന് മാറി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് വേറെ പണികളും ചെയ്യാം. അവരതിൻ്റെ ഇടയ്ക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോകും. ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ക്രിക്കറ്റ് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇവർക്ക് ഞങ്ങളൊക്കെ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകളായതുകൊണ്ട് നമുക്ക് പിള്ളേരെ പുറത്ത് കൊണ്ടുപോയി കളിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ഇവിടെ ഹ്യൂമിഡിറ്റി കൂടുതൽ. അപ്പോൾ ഇവരുടെ പ്ലേ ഗ്രൗണ്ട് വീടിനകം തന്നെ, അതിനിടയ്ക്ക് അവർ ക്രിക്കറ്റ് കളിക്കും. അങ്ങനെ 8 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു 10 മിനിറ്റ് കൂടി ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ അത് ആ ചൂടൊക്കെ മാറി നല്ല ക്രിസ്പി ആയിട്ടുള്ള കപ്പലണ്ടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കപ്പലണ്ടിയോ കടലയോ എങ്ങനെ വേണേലും പറയാം. അപ്പോൾ താങ്ക് യു.